മഹാനായ ഐസക് ന്യൂട്ടൻ്റെ പരീക്ഷണശാലയിൽ ഐസക് ന്യൂട്ടൻ്റെ ഭവനമാണിത്. അദ്ദേഹം ഇവിടെ താമസിച്ചുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തിയത്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഇംഗ്ലണ്ടിലെ നോട്ടിംഗ്ഹാം ഗ്രാമത്തിൽ നിന്നുകൊണ്ടാണ്. ഇവിടെയാണ് സർ ഐസക് ന്യൂട്ടൻ്റെ പരീക്ഷണശാല. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ആപ്പിളിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടല്ലോ. ആ വൃക്ഷം ഇതാണെന്നൊക്കെയാണ് അവർ പറഞ്ഞിവിടെ വേലി കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നത്. ഐസക് ന്യൂട്ടനെക്കുറിച്ച് ഓർക്കുമ്പോൾ ചലന നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഓർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചലന നിയമം, ഫോർ എവരി ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളതാണ്. എല്ലാ ആക്ഷനും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷനുണ്ട്. നിങ്ങൾക്കറിയാമോ, ബൈബിളിലും അങ്ങനൊരു ചിന്തയുണ്ടെന്ന്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വഞ്ചനപ്പെടാതിരിപ്പീൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്ന തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഗലാത്യ ലേഖനം 6-7 നമ്മൾ വായിക്കുന്നത്, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. പ്രിയപ്പെട്ടവരെ, നല്ലത് നമുക്ക് വിതയ്ക്കാം. അപ്പോൾ നമുക്ക് നല്ലത് കൊയ്യുവാനായി കഴിയും. യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക. ഭക്തനായിരുന്നു അദ്ദേഹം, ദൈവത്തിൻ്റെ മകനായിരുന്നു. ദൈവം യാക്കോബിൻ്റെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ചില തിന്മകൾ വിതച്ചിട്ടുണ്ട്. അതൊക്കെ കൊയ്യേണ്ടി വന്നു. തൻ്റെ പിതാവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് അപ്പനെ ജ്യേഷ്ഠൻ്റെ വസ്ത്രം ധരിച്ച് അപ്പന് രുചികരമായ ഭക്ഷണം കൊടുത്തിട്ട് ജ്യേഷ്ഠന് ലഭിക്കേണ്ട അനുഗ്രഹം തട്ടിയെടുക്കുന്ന യാക്കോബിനെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. കണ്ണ് കാണാൻ കഴിയാതിരുന്ന തൻ്റെ പിതാവിനെ ഒരു വസ്ത്രം, ജ്യേഷ്ഠൻ്റെ വസ്ത്രം ധരിച്ച്, ജ്യേഷ്ഠനാണെന്ന് കാണിച്ചാണ് താൻ അപ്പനെ വഞ്ചിച്ചത്. അന്ന് യാക്കോബ് വിവാഹിതനായിരുന്നില്ല. കാലങ്ങൾ പലത് കഴിഞ്ഞു. താൻ വിവാഹിതനായി. തനിക്ക് 13 മക്കൾ ജനിച്ചു. ആ 12 മക്കളിൽ താൻ ഏറ്റവും സ്നേഹിച്ച യോസഫിനെ കാട്ടുമൃഗം കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ വസ്ത്രവുമായിട്ട് തൻ്റെ മക്കൾ വരുന്നൊരു രംഗമുണ്ട്. ആ വസ്ത്രം കണ്ട് യാക്കോബ് പൊട്ടിക്കരയുന്നുണ്ട്. പക്ഷേ യോസഫ് അപ്പോഴും ജീവിക്കുന്നു എന്നുള്ള സത്യം ദൈവം അവനോട് പറഞ്ഞില്ല. ഒരു വസ്ത്രം ഉപയോഗിച്ച് പിതാവിനെ കളിപ്പിച്ച യാക്കോബ് താൻ വിവാഹിതനായി തൻ്റെ മക്കൾ തനിക്ക് ജനിച്ചപ്പോൾ മറ്റൊരു വസ്ത്രം കാണിച്ച് ഇവിടെ തന്നെ കളിപ്പിക്കുകയാണ്. താൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുകയാണ്. അതുകൊണ്ട് നമുക്ക് നല്ലത് വിതയ്ക്കാം, നല്ലത് കൊയ്യാം. 2000 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് വേണ്ടി ഭൂമിയിൽ ജനിച്ച് ഗോൽഗോത്തായിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളുമെല്ലാം നല്ലതായിരിക്കട്ടെ. അതെല്ലാം ഒരു വിധയാണ്. അതൊക്കെ നാം കൊയ്തിട്ട് മാത്രമേ ഇവിടെ നിന്ന് കടന്നു പോവുകയുള്ളൂ. ചിലപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞും നമ്മുടെ തലമുറയും കൊയ്യുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓർക്കുക, സർ ഐസക് ന്യൂട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാലയായിരുന്നല്ലോ ഇവിടെ ഈ ആപ്പിളും ഇതുമൊക്കെ. അദ്ദേഹത്തിൻ്റെ ആ ചലന നിയമത്തിലെ വാക്കുകൾ ഞാനിവിടെ നിന്ന് പറയുമ്പോൾ മറക്കരുത്. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു പാവപ്പെട്ട ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച, ബൈബിൾ തെറ്റാണെന്ന് ഒരിക്കൽ സമർത്ഥിച്ച ഗോപാലകൃഷ്ണനായിരുന്ന എനിക്ക്, വിദ്യാവിഹീനനായിരുന്ന എനിക്ക്, ഈ മഹാനായ ഐസക് ന്യൂട്ടൻ്റെ പരീക്ഷണ മേഖലയിൽ
അദ്ദേഹം പരീക്ഷണം നടത്തിയ മേഖലകളിൽ അദ്ദേഹം ആപ്പിൾ താഴെ വീഴുന്ന കണ്ടിട്ട് ഇതെന്തുകൊണ്ട് മുകളിലേക്ക് വീണില്ല എന്നൊക്കെ ചിന്തിച്ച മേഖലകളിൽ നിന്ന് സംസാരിപ്പാനിടയായതിൽ സന്തോഷമുണ്ട്. ഞങ്ങളുടെ പ്രിയ അനീഷാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, നമ്മുടെ കങ്ങഴയിലുള്ള അനീഷ്. അതുപോലെ തന്നെ ഇവിടെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് സുനീഷാണ്. അനീഷും സുനീഷും എന്നെ ഇവിടെ കൊണ്ടുവന്ന് അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. വഞ്ചിക്കപ്പെടരുത്. ദൈവത്തെ പരിഹസിച്ചുകൂടാ. എത്ര മിടുക്കനാണെങ്കിലും വിതച്ചത് കൊയ്യും. നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യും. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.